അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരു ഭരണവിരുദ്ധ വികാരം എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക? അപ്പോൾ ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ അങ്ങനെ ഒരു വലിയ മേധാവിത്വം നിങ്ങൾക്കില്ല. ജില്ലാ പഞ്ചായത്തുകൾ കണക്കെടുത്താൽ ഈ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കിലാണ് ഇത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2011 ഇതേക്കാൾ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങൾക്ക് ലഭിച്ചിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് അത്രയും വലിയൊരു വിജയം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിന്റെ കണക്കാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഫീലിംഗ് അവിടെ നിൽക്കട്ടെ. ആ ഫീലിംഗ് ഇനി ഈ മാസങ്ങളോളം തുടരുമോ നമുക്ക് കാണാം. അല്ല, ഇതിൽ UDF കിട്ടിയിട്ടുള്ള വോട്ട് ശതമാനം നോക്കിയാൽ LDF ബഹുദൂരം മുന്നിലാണ്. ഇനി സീറ്റുകളുടെ എണ്ണം നോക്കിയാലും ഏകദേശം 8000-ലധികം സീറ്റുകൾ UDF കിട്ടുമ്പോൾ അപ്പുറത്ത് LDF ബഹുദൂരം പുറകിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ സീറ്റുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ കോർപ്പറേഷനുകളുടെ റിസൾട്ട് 4 കോർപ്പറേഷൻ UDF ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് എവിടേക്കാണ് എത്തിയതെന്നും കൂടി നോക്കണം. ഞങ്ങൾ ഒന്നുമില്ലാത്തിടത്ത് നിന്നാണ് ഈ പോരാട്ട വിജയം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തരുന്ന വലിയ ഒരു ആത്മവിശ്വാസമുണ്ട്. പഞ്ചായത്തുകളുടെ റിസൾട്ട് നോക്കുമ്പോൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരുടെ എണ്ണം നോക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 1.5 മാസം മുമ്പ് LDF പ്രതിനിധി LDF സഹയാത്രികരുമായിട്ട് ഞങ്ങൾ തർക്കിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇവിടെ 500-ലധികം പഞ്ചായത്തുകൾ ഭരിക്കുന്നത് LDF ആണ് എന്നാണ്. ഇന്ന് എന്താ സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ബേസിക്കലി സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ തരംഗം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ സർക്കാരിനെതിരായിട്ട് തീർച്ചയായിട്ടും തരംഗമുണ്ട്. അതിനേക്കാൾ അപ്പുറം കൃത്യമായിട്ട് ഫീൽഡിലിറങ്ങി എണ്ണയിട്ട യന്ത്രം പോലെ പണിയെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള തയ്യാറായിട്ടുള്ള UDF പ്രവർത്തകരുടെ വിജയമാണ് ഇതിൽ കാണുന്നത്. ഞങ്ങൾ വോട്ടർ പട്ടികയിൽ ചരിത്രത്തിൽ ഇതിനു മുമ്പില്ലാത്ത രീതിയിൽ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. വോട്ടർ പട്ടിക പഠിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുണ്ട്. ഏതാനും ചില സ്ഥലങ്ങളിലെ ചെറിയ പോരായ്മകൾ ഒഴിച്ചു നിർത്തിയാൽ വലിയ വിജയമാണ്. ഞങ്ങൾ ഒന്നുമില്ലാത്തതിൽ നിന്ന് വലിയ വിജയം നേടുമ്പോൾ അത് ഞങ്ങൾക്ക് തരുന്ന ആത്മവിശ്വാസം വലുതാണ്. ആ ആത്മവിശ്വാസത്തിന്റെ മുമ്പിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19%-ലധികം വോട്ടുണ്ടായിരുന്ന 20%-ഓളം വോട്ടുണ്ടായിരുന്ന NDAയുടെ വോട്ട് ശതമാനം 14%-ലേക്ക് താഴുകയും കൂടി ചെയ്യാണ്. അപ്പോൾ ഒരേ സമയം കേരളത്തിലെ വർഗീയവാദികൾക്ക് പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്ന CJPയിലെ 2 മുന്നണികളും, അതായത് LDF-നും അതുപോലെ തന്നെ NDAയ്ക്കും ഒരുപോലെ നഷ്ടം സംഭവിക്കുമ്പോൾ കൃത്യമായിട്ട് മതേതര ചേരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ജനപക്ഷമായിട്ടുള്ള UDF-ന് വലിയ വിജയമുണ്ടാകുന്നത് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്, ആത്മവിശ്വാസം നൽകുന്നതാണ്. അത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്ന കാര്യം. ഇനി 2026-ലേക്ക് ഞങ്ങൾ പോകുന്നത് കേവലം ഇപ്പോൾ കിട്ടിയ വിജയത്തിൽ അഭിരമിച്ചുകൊണ്ട് അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയല്ല. പകരം മിഷൻ 2026 പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ബൂത്തിലേക്ക് പോകുന്നു, വോട്ടർ പട്ടിക പഠിക്കുന്നു, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു, SIR-ലുള്ള പഠനങ്ങൾ നടത്തുന്നു. ഞങ്ങൾ താഴെത്തട്ടിലേക്ക് പോകുക, ഞങ്ങൾ ജനങ്ങളിലേക്ക് പോകുക. പകരം ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ചിട്ട് വിവരിക്കാൻ വേണ്ടിയിട്ട്, വിശദമാക്കാൻ വേണ്ടിയിട്ട് വീട് കയറാൻ വരുന്ന CPM നേതാക്കന്മാരെ നമ്മൾ ആരും കാണുന്നില്ലല്ലോ. അതിനു പകരം കോൺഗ്രസിന്റെ പ്രവർത്തകർ, UDF പ്രവർത്തകർ ബൂത്തിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു. അത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലല്ല, അതിനു മുമ്പേ വോട്ടർ പട്ടികയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ശരി ജിൻഡോ, ഞാൻ ജിൻഡോയിലേക്ക് വരാം. ശ്രീ എമൻ കാരശ്ശേരി, ഈ UDF എന്ന് പറയുന്ന മുന്നണിയെ സംബന്ധിച്ച് ആ മുന്നണിയിലെ ഏറ്റവും പ്രശ്നക്കാരനായ പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. ലീഗിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നക്കാരൻ ഇമേജ് ഇല്ല. ഈ പ്രശ്നക്കാരൻ ഇമേജ് എന്ന് പറയാൻ കാരണം അവരുടെ പരാജയം കൊണ്ടാണ് പലപ്പോഴും ആ മുന്നണി തോറ്റുപോകുന്നത്. അപ്പോൾ ഈ ഇത്രയും ആത്മവിശ്വാസത്തോടെ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റൊക്കെ ഇത് പറയുമ്പോൾ മലബാറിലെ കോൺഗ്രസ് എന്താണ്? മലബാറിൽ എവിടെയൊക്കെയാണ് അവർക്ക് ഫുട് ഹോൾഡ് ഉള്ളത്? ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ എന്ത് അത്ഭുതമാണ് അവർ കാണിക്കാൻ പോകുന്നത്, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്താൽ പോലും. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ വേര് പറഞ്ഞു പോയ പാർട്ടി, തൃശ്ശൂർ പോലെ അതിൻ്റെ ഒരു ശക്തി കേന്ദ്രങ്ങളിൽ വേരില്ലാത്ത പാർട്ടി, അവർ ഈ പറയുന്ന ആത്മവിശ്വാസം യഥാർത്ഥത്തിലുള്ളതാണോ? കണക്ക് ശരിയാവുമോ? അജീംസ്, എനിക്ക് തോന്നുന്നത് ആ ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ടുണ്ട്. അതിന് ഞാനത് കാണുന്നത് LDF ആളുകൾ തന്നെ LDF-നെതിരായിട്ട് വോട്ട് ചെയ്യും എന്നുള്ളതാണ്. എല്ലാവരും അല്ല, വലിയ ശതമാനം. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 10 കൊല്ലത്തെ ഭരണം കൊണ്ട് പലതരത്തിലുള്ള അഴിമതി, അഹങ്കാരം, അങ്ങനെ പറയുമല്ലോ, പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരം ദുഷിപ്പിക്കുന്നു, പരമമായ അധികാരം പരമായി ദുഷിപ്പിക്കുന്നു. ആക്ടൻ്റെ വാചകമാണ്. അപ്പോൾ അതിനെപ്പറ്റി LDF-നകത്ത് ഇപ്പോൾ CPIക്ക് എപ്പോഴും ആ ഒരു അമർഷം അവർ പുറപ്പെടുവിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തു പറയാൻ പറ്റാത്ത ഒരു സ്ഥിതി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള ഒരു ഘടകം എടുക്കുക, അതിനെപ്പറ്റി മറുപടി പറയാൻ അണികൾക്ക് സാധിക്കില്ല. അവർ നാണം കെട്ട് തല താഴ്ത്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ പലതും ന്യായീകരിക്കുന്ന ഹസ്കർ തന്നെ
അതിനെ തള്ളിപ്പറഞ്ഞത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു. ആ തരത്തിൽ, അതായത് ഇപ്പോൾ എങ്ങനെയാണ് കരുവന്നൂർ ബാങ്കിൻ്റെ കേസ്, അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കേസ്, അതിലിപ്പോൾ ജയിലിൽ കിടക്കുന്ന നേതാക്കന്മാർക്കെതിരായിട്ട് നടപടിയെടുക്കാത്തതിൻ്റെ കാരണം എന്താണ് തുടങ്ങിയുള്ളതൊന്നും വിശദീകരിക്കാൻ സാധിക്കില്ല. ഇത് ഈ 140 മണ്ഡലങ്ങളിലും ഏറിയ അളവിലോ കുറഞ്ഞ അളവിലോ ഉണ്ടാവും നിഷ്പക്ഷ വോട്ടർമാരുടെ കുറേ വോട്ട്, അതുപോലെ CPM-ൻ്റെ അണികളുടെ കുറച്ച് വോട്ട് ഒക്കെ UDF-ന് കിട്ടാം. കുറച്ചൊക്കെ നമുക്ക് എന്തുകൊണ്ട് BJP പരീക്ഷിച്ചുകൂടാ എന്ന തരത്തിൽ കുറച്ചൊക്കെ BJP-യിലേക്കും പോവും എന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതിലിപ്പോൾ അതിൻ്റെ ശോഭ കെടുക്കുന്ന 2 കാര്യമുണ്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ശശി തരൂരിൻ്റെ ഈ ഇടയാട്ടം, വേറൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അദ്ദേഹം ഉണ്ടാക്കിയ വിവാദം. അപ്പോൾ കോൺഗ്രസ്സിന് തീർച്ചയായിട്ടും ജിൻഡോ ജോൺ പറഞ്ഞ അളവിൽ ഞാൻ വിചാരിക്കുന്നില്ലെങ്കിലും പതിവില്ലാത്ത തരത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ ഒന്ന് ഉഷാറായി. കാരണം 10 കൊല്ലമായിട്ട് ഭരണം കിട്ടിയില്ല, ഇനി ഭരണം കിട്ടിയില്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ ഇതേ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് CPM-നുണ്ട്. കാരണം ഇത്തവണ അവർക്ക് ഭരണം തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഭരണമില്ലാത്ത ഒരു പാർട്ടിയായി അവർ മാറും.